കുട്ടീസ്, എന്താ നിങ്ങളുടെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഇന്നൊരു പാട്ട് വെച്ച് തുടങ്ങിയാലോ? ഓക്കെ, പാട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. കുഞ്ഞി കണ്ണ് മിഴിച്ചല്ലോ, ഉണ്ണിയുണർന്ന് കഴിഞ്ഞല്ലോ, അമ്മേ കണ്ട് ചിരിച്ചല്ലോ, അച്ഛനൊരുമ്മ കൊടുത്തല്ലോ, ഉണ്ണിക്കുമ്പ നിറഞ്ഞാലേ ഉണ്ണീടമ്മ ചിരിക്കുള്ളൂ, ഉണ്ണി പാല് കുടിച്ചോളൂ, വാഴപ്പഴവും തിന്നോളൂ. ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ? കുഞ്ഞിക്കണ്ണ് മിഴിച്ചല്ലോ, ഉണ്ണിയുണർന്ന് കഴിഞ്ഞല്ലോ, അമ്മയെ കണ്ട് ചിരിച്ചല്ലോ, അച്ഛനൊരുമ്മ കൊടുത്തല്ലോ, ഉണ്ണിക്കുമ്പ നിറഞ്ഞാലേ ഉണ്ണീടമ്മ ചിരിക്കുള്ളൂ, ഉണ്ണി പാല് കുടിച്ചോളൂ, വാഴപ്പഴവും തിന്നോളൂ. പാട്ട് ഇഷ്ടപ്പെട്ടോ? ഈ പാട്ട് എല്ലാവരും കാണാതെ ഒന്ന് പഠിച്ചു വെക്കണേ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 5 or 10 മാർക്കിന് ഈ പാട്ട് പാടാൻ നിങ്ങളോട് പറയും. അപ്പൊ നിങ്ങൾ ഈ പാട്ടൊന്ന് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അ. നമ്മൾ ഇന്ന് ഏത് അക്ഷരം പഠിക്കാൻ പോകുന്നത്? സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള അ. ഓക്കെ, ആ എന്ന അക്ഷരം എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ? നമ്മള് LKG ക്ലാസ്സിൽ ആ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചിരുന്നൂല്ലേ? എങ്ങനെ എഴുതാ? ഇതല്ലേ ആ എന്ന അക്ഷരം. ഇങ്ങനെയല്ലേ എഴുതുന്നത്? നിങ്ങള് മറന്നു പോയവരുണ്ടോ? ആ എന്ന അക്ഷരം നിങ്ങൾ സ്ലേറ്റിൽ എഴുതി പഠിക്കണേ. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു 4 വാക്കുകളാണ്. അതിനു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ അച്ഛൻ, വെരി ഗുഡ്, പിന്നെ അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇവരൊക്കെ നിങ്ങളുടെ വീട്ടിലില്ലേ? ഓക്കെ, അപ്പോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് അക്ഷരം വെച്ചിട്ടാണ്? ആ വെച്ചിട്ട്. കണ്ടോ? അമ്മ, അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇതൊക്കെ ഫസ്റ്റത്തെ അക്ഷരം ഏതാണ്? ആ, വെരി ഗുഡ്. ഇനി ഞാനൊരു ചിത്രം കാണിച്ചു തരാം. അത് ആരാണ് നിങ്ങൾ പറയണേ. ഓക്കെ, അതിൽ നിങ്ങൾ 2 ആളുകളെ കാണുന്നുണ്ടല്ലേ? ആരൊക്കെയാണെന്ന് പറഞ്ഞേ? ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയുമുണ്ട്. കുട്ടിയുണ്ട്, കുട്ടിയുടെ അമ്മയുമുണ്ട് അല്ലെ? ഇത് കുട്ടിയുടെ ആരാണ്? അമ്മ. ഒന്ന് പറഞ്ഞേ, അമ്മ. ആ, അമ്മ. അമ്മ ഒന്ന് പറഞ്ഞേ, അമ്മ. ഓക്കെ, ഞാനിനി അമ്മയുടെ ചിത്രം ബോർഡിലൊന്ന് ഒട്ടിക്കാൻ പോവാണേ. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ. അമ്മ, അമ്മ. ഇനി അമ്മ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ, ആന്നെഴുതുക. ഇനി അമ്മ ആണ്. അപ്പോ മാന്നെഴുതി. ഓക്കെ, മാന്നെഴുതി. ഇപ്പൊ അമ്മ എന്നായിട്ടുള്ളൂ. ഇത് അമ്മ എന്നാണ് വായിക്കുക. അമ്മ, ഉമ്മ, ഉമ്മ, ഉമ്മ എന്ന് പറയുമ്പോ എന്താ ചെയ്യാ? വെരി ഗുഡ്. ഇതിനെ കൂട്ടിയിട്ട് വേറൊരു മാ കൂടി എഴുതിയാല് എന്താ വായിക്കുക? ഉമ്മ എന്ന് വായിച്ചേ. അമ്മ. ഓക്കെ, ഒന്നുകൂടെ വായിച്ചേ. അമ്മ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അമ്മ. ആന്നെഴുതാ. 2 മാ കൂട്ടിയിട്ട് എഴുതിയാൽ എന്തായി? അമ്മ. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കാം. എല്ലാവരും നോക്കിക്കേ. എന്താണ് കാണുന്നില്ലേ? കാണുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞേ? ഒരു പെട്ടിയാണ്. ഒരു പെട്ടി. ഓക്കെ, വെരി ഗുഡ്. ഒരു പെട്ടി. ആ പെട്ടിക്കുള്ളില് ഈ ഭാഗം കണ്ടോ? അതിന് പറഞ്ഞ പേരാണ് പെട്ടിക്കുള്ളിലെ അറ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെട്ടിക്കുള്ളിലെ അറ എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, ഇതാണ് അറ. ഒന്ന് പറഞ്ഞേ, അറ. ഒന്ന് പറഞ്ഞേ, അറ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, അറ. ഓക്കെ, ഞാന് അറ ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അമ്മ. അമ്മ. ഓക്കെ, അടുത്തത് എന്താണ്? അറ. എന്താണ്? പെട്ടിക്കുള്ളിലെ അറ. എന്താണ്? അറ. ഇനി അറാന്ന് എഴുതിയാലോ? എളുപ്പാട്ടോ. അറാന്ന് എഴുതാൻ എളുപ്പാണ്. ആന്ന് എഴുതുക. റാന്ന് എഴുതിയാൽ എന്തായി? അറ. ആന്ന് എഴുതുക, റാന്ന് എഴുതുക. അറ. ഇതെന്താണ്? അറ. ഇതെന്താണ്? അറാന്ന് എങ്ങനെ എഴുതും? ആന്ന് എഴുതുക, റാന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്ത
ചിത്രം നോക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെട്ടതാണ്. എന്താണ് ഇത്? നല്ല തേങ്ങയും ശർക്കരയൊക്കെ കുഴച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ഏതാണ് എന്ന് പറഞ്ഞേ? ഏതാണ്? വെരി ഗുഡ്. അവിൽ. അവിൽ എന്ന് പറഞ്ഞേ. അവിൽ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അവിൽ. നിങ്ങള് അവിൽ കഴിച്ചിട്ടില്ലേ? എല്ലാവരും അവിൽ കഴിച്ചിട്ടുണ്ടല്ലേ? കഴിക്കാത്തവരൊന്ന് കഴിച്ചു നോക്കണേ. ഓക്കെ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ അവില് ബോർഡിലൊന്ന് ഒട്ടിക്കാൻ പോവാണേ. ഒന്ന് പറഞ്ഞേ. അമ്മ. അറ. ഇതെന്താ? അവിൽ. ഒന്ന് പറഞ്ഞേ. അവിൽ. ഓക്കെ, അവിൽ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ആന്ന് എഴുതുക. ആന്നായി. അവിൽ എന്നാണ്. വാന്ന് എഴുതുക. ഈ ചിഹ്നം കൊടുത്തു. അവിൽ. 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 അവിൽ എന്ന് പറയുമ്പോ എന്ന് പറയുന്ന ചില്ലക്ഷരം കൂടി എഴുതി കൊടുത്താൽ എന്തായി? അവിൽ. ഓക്കെ, അവിൽ. അവിൽ. ആ വ ഈ ചിഹ്നം ഇൽ. അവിൽ. ആ വ ഈ ചിഹ്നം ഇൽ. അവിൽ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ചിത്രം ഏതാ നോക്കിയാലോ? ഇത് നിങ്ങൾ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. നിങ്ങൾ ഈ പലഹാരം കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ടോ? ഇതിനൊരു പേര് പറയും. എന്താണ്? ഒന്ന് പറഞ്ഞേ. എന്താണ്? പറയൂ. എന്താണ്? അട. 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 ഒന്ന് പറഞ്ഞേ. അട. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അട. ഇത് ഏത് പലഹാരാണ്? അട. ഒന്ന് പറഞ്ഞേ. അട. ഞാൻ അട ബോട്ടിൽ ഒട്ടിക്കാൻ പോവാണേ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. അമ്മ. അറ. അവിൽ. ഇത് ഏത് പലഹാര? അട. വെരി ഗുഡ്. അട എങ്ങനെ എഴുതാ? ആന്ന് എഴുതാ. ഡാന്ന് എഴുതാ. ഇതാണ് അട. ആന്ന് എഴുതാ. ഡാന്ന് എഴുതാ. എന്താ വായിക്കുക? അട. അട. ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാലോ? അമ്മ. അറ. അവിൽ. അട. ഓക്കെ, ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. അതിലെ പേജ് നമ്പർ 64. 64 ഒന്ന് എടുത്തേ. പാഠം 2. പാഠം 2 അമ്മ. ഏതാണ്? അമ്മ. താഴെ അക്ഷരം കൊടുത്തിട്ടുണ്ട്. ഏതാണ്? നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയില്ലേ? ഞാൻ നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞു. ആ പാട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് പാടി നോക്കിയാലോ? പാടി നോക്കിയാലോ? കുഞ്ഞി കണ്ണ് മിഴിച്ചല്ലോ, ഉണ്ണിയുണർന്ന് കഴിഞ്ഞല്ലോ, അമ്മേ കണ്ട് ചിരിച്ചല്ലോ, അച്ഛനൊരുമ്മ കൊടുത്തല്ലോ, ഉണ്ണിക്കുമ്പ നിറഞ്ഞാലേ ഉണ്ണീടമ്മ ചിരിക്കുള്ളൂ, ഉണ്ണി പാല് കുടിച്ചോളൂ, വാഴപ്പഴവും തിന്നോളൂ. ഈ പാട്ട് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണേ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഇത് പഠിച്ചു വെക്കണേ. ഓക്കെ, അടുത്ത ചിത്രം ആരെ കൊടുത്തിട്ടുണ്ട്? അമ്മ. വെരി ഗുഡ്. കണ്ടോ? അമ്മ എന്നിവിടെ എഴുതിയിട്ടുണ്ട്. അമ്മ. അമ്മ. ഓക്കെ, അടുത്തത് എന്താ? അറ. വെരി ഗുഡ്. എന്താ? അറ. ഒന്നുകൂടെ പറഞ്ഞേ. അറ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. അറ. ആന്ന് എഴുതുക, റാന്ന് എഴുതുക. അറ. ഓക്കെ, അടുത്തത് എന്താണ്? തേങ്ങയും ശർക്കരയൊക്കെ കുഴച്ചിട്ട് നമ്മളിത് കഴിക്കാറുണ്ടല്ലോ. എന്താണ്? അവിൽ. വെരി ഗുഡ്. എന്താണ്? അവിൽ. ആന്ന് എഴുതുക, വാന്ന് എഴുതുക, ഈ ചിഹ്നം ഇൽ. അവിൽ. ഓക്കെ, അടുത്തത് നമ്മൾ കഴിക്കുന്ന ഒരു പലഹാരം. എന്താണ്? അട. അട. ആന്ന് എഴുതുക, ഡാന്ന് എഴുതുക. അട. ഓക്കെ, അപ്പൊ നിങ്ങള് അമ്മ, അറ, അവിൽ, അട ഈ 4 വാക്കുകൾ സ്ലേറ്റിൽ എഴുതി പഠിക്കാം. ഓക്കെ, എന്നാ വേഗം സ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് എഴുതി പഠിച്ചേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.